ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വെണ്ടയ്ക്കയുണ്ട് ഒരു മസാലക്കറി തയ്യാറാക്കാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വെണ്ടയ്ക്ക നമുക്കൊന്നാദ്യം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. വെണ്ടക്ക ഫ്രൈ ആക്കിയതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളതിലേക്ക് ചേർത്തത് കുറച്ച് ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതാണ്. ടേസ്റ്റുള്ളവർക്ക് ഇനി അതും ചേർക്കാം. അതിലേക്ക് നമ്മൾ ഒരു ചെറിയ സവാളയും അതേപോലെ ഒരു പച്ചമുളക് കീറിയതും ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതേപോലെ തന്നെ ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം, വെന്ത് വരണം. ഇതൊന്ന് വെന്ത് വരാൻ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുകയാണ്. ആ വെള്ളത്തിൽ കടന്നിട്ടത് ഒന്ന് വെന്തിട്ട് വരട്ടെ. ഇപ്പോൾ ഇത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് പച്ചമണം ഒന്ന് പോയിക്കോട്ടെ. ഇടയിൽ ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവായിരുന്നു പുളി ഒഴിച്ചപ്പോൾ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും ഇതൊക്കെ എരിവൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ എത്ര വേണ്ടതെങ്കിൽ ചേർത്ത് കൊടുക്കുക.
ഞാനെല്ലാം കുറച്ചിടുമല്ലേ ഉള്ളൂ. ഇനി നമ്മളിതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് വെണ്ടയ്ക്കൊക്കെ കൂടുതൽ എടുക്കാം കേട്ടോ. ആണെങ്കിൽ ഞാൻ കുറച്ചെടുത്തതാണ്. ഇനി ഇതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് കിടന്നതിൽ പുളിയൊക്കെ ഒന്ന് പിടിച്ചിട്ട് വരട്ടെ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് വെണ്ടക്ക മസാലക്കറി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ നാടൻ ഒക്കെ ആയിട്ട് ഇനിയും വരും ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.